കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ട് മുന്നേറുകയാണ് UDF സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതി. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ ഇത്രയധികം സ്വാധീനിച്ച, ഇത്രയധികം സന്തോഷത്തോടെ പൊതുസമൂഹം നെഞ്ചേറ്റിയ മറ്റൊരു പദ്ധതി സമീപകാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയാം. സ്ത്രീ ശാക്തീകരണം എന്നത് കേവലം വാക്കുകളിൽ ഒതുക്കാതെ അതിനെ പ്രായോഗിക തലത്തിലെത്തിക്കാൻ UDF സർക്കാർ കാണിച്ച ദീർഘവീക്ഷണത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ പദ്ധതി. KSRTCയിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധനവാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഈ പദ്ധതി വഴി ഉണ്ടായിരിക്കുന്നത്. കേവലം ഒരു സൗജന്യ യാത്ര ആനുകൂല്യം എന്നതിനപ്പുറം സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കാനും അവരുടെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനും സഹായിക്കുന്ന പുരോഗമനപരമായ ഒരു ചുവടുവയ്പ്പാണ് സർക്കാർ ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ധീരവും ജനക്ഷേമപരവുമായ ഇത്തരം തീരുമാനങ്ങളിലൂടെ UDF സർക്കാർ വീണ്ടും ജനങ്ങളുടെ ഹൃദയം കവരുകയാണ്. പലപ്പോഴും ഇത്തരം ക്ഷേമ പദ്ധതികളെ വെറും സൗജന്യങ്ങളായി കണ്ട് വിമർശിക്കുന്നവർ ഉണ്ടാകാം. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഒരു സ്ത്രീക്ക് വീടിന് പുറത്തേക്കിറങ്ങി ജോലി ചെയ്യാനും സ്വന്തമായി വരുമാനം കണ്ടെത്താനുമുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്ന് യാത്രാ ചെലവുകളാണ്. ഒരു സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീക്ക് പ്രതിമാസം 1000 രൂപ മുതൽ 4000 രൂപ വരെ പൊതുഗതാഗതത്തിനായി മാത്രം മാറ്റിവെക്കേണ്ടി വരാറുണ്ട്. ഇന്ധനവില ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ചെലവ് ഓരോ വർഷവും കൂടിക്കൊണ്ടേയിരിക്കും. ഇവിടെയാണ് പ്രിയദർശിനി പദ്ധതി വഴി UDF സർക്കാർ ഒരു വലിയ രക്ഷകനായി മാറുന്നത്. യാത്രാ ചെലവുകൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതോടെ സ്ത്രീകൾക്ക് പുറത്തുപോയി ജോലി ചെയ്യാനുള്ള ആത്മവിശ്വാസവും പ്രേരണയും വർദ്ധിക്കുകയാണ്. ഇത് അവരുടെ കുടുംബ ബജറ്റിൽ ഉണ്ടാക്കുന്ന ആശ്വാസം വളരെ വലുതാണ്. ഈ പദ്ധതി വഴി സ്ത്രീകൾക്ക് ലാഭിക്കാൻ കഴിയുന്ന തുക കൃത്യമായ രീതിയിൽ വിനിയോഗിച്ചാൽ അത് വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് വഴി തുറക്കും. ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് ഒരു ദിവസം കുറഞ്ഞത് 25 ദിവസത്തെ യാത്ര കണക്കാക്കിയാൽ ദിവസേന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രക്കായി മിനിമം 40 രൂപയെങ്കിലും ചെലവ് വരും. അതായത് പ്രതിമാസം ഏറ്റവും കുറഞ്ഞത് 1000 രൂപയോളം യാത്രാ ഇനത്തിൽ മാത്രം ലാഭിക്കാൻ സാധിക്കും. ദീർഘദൂര യാത്രകൾ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ലാഭവിഹിതം ഇതിലും എത്രയോ കൂടുതലായിരിക്കും. ഈ തുക വെറുതെ കളയാതെ കൃത്യമായി നിക്ഷേപിക്കാൻ തയ്യാറായാൽ അത്ഭുതകരമായ സമ്പാദ്യമാണ് സ്ത്രീകളെ കാത്തിരിക്കുന്നത്. സൗജന്യ യാത്രയിലൂടെ ലാഭിക്കുന്ന ഈ 1000 രൂപ ഓരോ മാസവും കൃത്യമായി ഒരു മ്യൂച്വൽ ഫണ്ട് SBIയിൽ നിക്ഷേപിക്കുകയാണെന്ന് കരുതുക. ഒരു സ്ത്രീ തന്റെ ജീവിതത്തിൽ ശരാശരി 20 വർഷത്തോളം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ കോമ്പൗണ്ടിങ്ങിന്റെ ശക്തിയിലൂടെ വലിയൊരു തുക സമ്പാദിക്കാൻ സാധിക്കും. SIP കാൽക്കുലേറ്റർ പ്രകാരം പ്രതിമാസം 1000 രൂപ വീതം 20 വർഷത്തേക്ക് കൃത്യമായി നിക്ഷേപിച്ചാൽ അത് ഏകദേശം 10 ലക്ഷത്തിനടുത്ത്, അതായത് 9.99 ലക്ഷം രൂപയുടെ വലിയൊരു കുടുംബ സമ്പാദ്യമായി വളരും. തുടക്കത്തിൽ 1000 രൂപ എന്നത് വളരെ ചെറിയ തുകയായി തോന്നാമെങ്കിലും കാലക്രമേണ അത് വലിയൊരു നിധിയായി മാറുമെന്നതാണ് കോമ്പൗണ്ടിങ്ങിന്റെ സവിശേഷത. ഒട്ടും നിക്ഷേപിക്കാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ചെറിയ തുകയെങ്കിലും കൃത്യമായി മാറ്റിവെക്കുന്നത്. എന്നാൽ ഈ സാമ്പത്തിക ലാഭം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെങ്കിൽ സ്ത്രീകൾക്ക് കൃത്യമായ സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിരിക്കണം. സർക്കാർ നൽകുന്ന ഈ സൗജന്യ ടിക്കറ്റിലൂടെ ലാഭിക്കുന്ന പണം അനാവശ്യമായ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ കൈവന്ന ഈ വലിയ അവസരമാണ് നഷ്ടപ്പെടുന്നത്. ഈ തുക ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമായി കണ്ട് മാറ്റിവെക്കാൻ ഓരോ സ്ത്രീയും തയ്യാറാകണം. അങ്ങനെയെങ്കിൽ പ്രിയദർശിനി പദ്ധതി കേവലം ഒരു ബസ് യാത്രയല്ല, മറിച്ച് സ്ത്രീകളുടെ ജീവിതത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്ന ഒരു വലിയ വിപ്ലവമായി മാറും.